ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ പോകണം. നമ്മളിന്നൊരു മൂവി കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇവരെല്ലാവരും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ബിക്കോസ് നമ്മൾ ഇന്ന് ഉച്ചക്കലത്തെ ഷോയ്ക്കാണ്, 2 മണിക്കത്തെ ഷോക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം 1:45 1:46. എന്തായാലും നമുക്ക് പെട്ടെന്ന് കാത്തു ചേച്ചി അദ്രിയം പോയി പിക്ക് ചെയ്തു. ഈ ചെറുക്കൻ ഇങ്ങനെ വണ്ടറടിച്ചിരിക്കുകയാണ് ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് ക്യാമറയിൽ നോക്കുന്നു. അപ്പൊ നമ്മളിന്ന് കാണാൻ പോകുന്ന മൂവി ഏതാ? വർഷങ്ങൾക്ക് ശേഷമാണ് ഗൈസ് നമ്മളിന്ന് കാണാൻ. അങ്ങനല്ല, മൂവിയുടെ പേര് വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട്. അപ്പൊ ഇത്രയും സിനിമയൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഇപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് തിയേറ്ററിലോട്ട് പോവാം ഗൈസ്. ചാർമിനാർ പണിത വർഷം കഴിഞ്ഞ വർഷം. ഫൈനലി നമ്മുടെ മൂവി കഴിഞ്ഞിട്ടുണ്ട്. അതിരി പൊന്നെ മൂവി കള കയറിയപ്പോൾ ഇറങ്ങിയതാ ഇപ്പോഴാണ് എഴുതിട്ട്. അപ്പോൾ ഇവിടെ നിറച്ച ആൾക്കാരാണ് കേട്ടോ. ഇപ്പോൾ സമയം 5 മണിയായി. അപ്പം എബൌട്ട് മൂവി പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി മൂവിയായിരുന്നു. എന്താ പറയുക, നല്ല കോമഡി, സൂപ്പറായിരുന്നു ഗൈസ്. നമുക്ക് എല്ലാവരുടെ അഭിപ്രായം അറിയാം. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഹാഫ് അത്ര ഒരു രസം തോന്നില്ല. സെക്കൻഡ് ഹാഫ് നന്നായിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, മസ്റ്റ് വാച്ച്. യെസ് ഗൈസ്, അപ്പം നമുക്കിനി പോവാം. നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഗൈസ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് കൊല്ലം ബീച്ചിലോട്ടാണ്. നമ്മൾ ഒത്തിരി നാളെ ബീച്ചിലൊക്കെ പോയിട്ട്, സോ നമ്മൾ കൊല്ലം ബീച്ചിലോട്ടാണ് പോകുന്നത്. എൻ്റെ ഡ്രൈവർ ആസ് യൂഷ്വൽ അവന്തിക ഗോപൻ. ഇവരെല്ലാവരും ഇവിടെ നിന്നുള്ള സേഫ് ആയിട്ട് തന്നെ ഇറപ്പുണ്ട്. മടിയിലുള്ളത് അവന്തിക എസ് ആണുള്ളത്. അഹാനയുടെ അച്ഛൻ കൃഷ്ണകുമാർ. ഇത് നോക്കി ഇതെന്തോ ചെയ്യുന്നേ നീ അതിരിപ്പൊന്ന്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ ഡീനോ. ഫൈനലി നമ്മള് ബീച്ച് എത്തിയിട്ടുണ്ട് ഗൈസ്. നോക്കൂ, നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ ബീച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ സ്കൈ ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. സൂപ്പർ ഗൈസ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പം അതിൻ്റേതായ തോന്നുന്നു ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് കയറി പോകാം. അവർ ബാക്കിൽ തന്നെ ഉണ്ട്. ഞാനും അനുവും പണ്ട് ഞങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ഞങ്ങളെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഞങ്ങൾ പട്ടം പറത്തുമായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. വേണ്ട, നമുക്ക് ഇവിടെ ഇരിക്കാന്ന്. എന്നാ പിന്നെ എന്തിനാ വന്നാ? അയ്യേ, ഇവിടെ ഇരിക്കാനാ വന്നത് ഇവര്. അമ്മ അങ്ങോട്ട് പോവാം. നോക്കൂ, ആളുകളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഈ തിരക്കൊക്കെ നിങ്ങള് എന്താ? ലുക്ക് അറ്റ് ദ സ്കൈ. നോക്കൂ ഇവിടുത്തെ തിരക്ക് നോക്കൂ. ഇവിടുത്തെ കളിപ്പാട്ടൊക്കെ കണ്ടപ്പോൾ അതിരി ഞേങ്ങേ വെക്കുന്ന സൗണ്ട് നോക്കേ. ഇവിടുത്തെ സ്കൈ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇരുണ്ട് കിടക്കുന്ന, പക്ഷേ വെയിലുണ്ട്, അത്യാവശ്യം വെയിലുണ്ട്. അതിരി ഇതൊക്കെ എൻജോയ് ചെയ്യുവാണ് ഗൈസ്. തോന്നും ഇവിടം വരെ വെള്ളം വന്ന്. ഇപ്പോഴത്തെ തിരയൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടത്. നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കാല് നനയ്ക്കാന്ന് വിചാരിച്ച്. കൊല്ലം ബീച്ച് ഇച്ചിരി ഡേഞ്ചറാണെന്ന് എല്ലാവരും പറയുന്നു. എന്നാലും നമുക്ക് കുഴപ്പമില്ല. കാല് നനയ്ക്കാൻ അമ്മയും കാത്തു ചേച്ചി ഇറങ്ങുന്നില്ല. കാരണം അതിരിയെ കാത്തു ചേച്ചി പിടിച്ചേക്കോട്ടോ. ഇവിടെ വരെ വന്നോള്. അമ്മയ്ക്ക് ഭയങ്കര പേടിയാട്ടോ. ഓ, അടിയോടുന്നു. അപ്പൊ നമ്മള് കുറേ നേരം കൊണ്ട് ഇവിടെ നമ്മളെല്ലാരും കാല് നനച്ചോണ്ടിരിക്കുക കേട്ടോ. കാത്തു ചേച്ചി അതിന്റെ ഇടയ്ക്ക് നിൽപ്പുണ്ട് കേട്ടോ. നല്ല വെള്ളം, നല്ല ചൂട് വെള്ളം കേട്ടോ. ചിലതൊക്കെ പാളിപ്പോവും.
ബീച്ചിലൊക്കെ അടിപൊളിയായിരിക്കും. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ചിൽ. നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വരാം. അവിടെയൊക്കെ നല്ലതായിട്ട് വരും കേട്ടോ. വേണ്ട, ഇത് മേ ബി നല്ലതായിരിക്കും. ആട് വരുന്നു കേട്ടോ. നമ്മളോട് പറഞ്ഞു പോവാൻ പറഞ്ഞു. പട്ടമൊക്കെയാണ് കേട്ടോ, ഇഷ്ടംപോലെ പട്ടങ്ങളുണ്ട് മുകളിൽ. ഉണ്ടോ? ഗൈസ്, പോലീസിൻ്റെ സൈറനൊക്കെ മുഴക്കിക്കൊണ്ട് വരുന്നു. ലൈഫ് ഗാർഡ് ഇവിടെ നിൽക്കും ഗൈസ്. സോ അങ്ങ് കണ്ടോ, അങ്ങ് മുതൽ ഭയങ്കര പട്ടങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഓരോരുത്തർ പറത്തുന്നുണ്ട് പട്ടങ്ങളൊക്കെ. നമ്മൾ പട്ടങ്ങളൊന്നും മേടിച്ചില്ല. അതിനൊക്കെ നമ്മൾ വെള്ളത്തിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം ഇവിടെ നിൽക്കുക കേട്ടോ. ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടെ നിൽക്കുക. അതിരിപ്പൊന്ന് ഇവിടെയാണ് വണ്ടറടിച്ച് നിൽക്കുക. ഇത്ര ആൾക്കാരെയൊക്കെ കണ്ടിട്ട് ആദ്യം. അപ്പോൾ നമ്മുടെ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ് ഗൈസ്. നല്ല രസമുണ്ട്. നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. സോ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാം. അപ്പോൾ വേണ്ട, നമ്മളെല്ലാവരും ഇറങ്ങാൻ പോവാം കേട്ടോ. കാരണം ഇവിടെ സൺസെറ്റായി, പിന്നെ നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ പയ്യെ കാറിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ ഗൈസ്, അവിടെ ഓക്കെ കണ്ടോ? ഗൈസ് നോക്കിയാൽ നിങ്ങൾ, അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, സൂര്യൻ അസ്തമിക്കുക. 6:23 കേട്ടോ. നല്ല രസമുണ്ട് ആ സ്കൈ കാണാൻ വേണ്ടിയിട്ട് ഗൈസ്. നേരിട്ട് കാണാം, ഫോണിൽ കൂടെ വലിയ ക്ലിയർ അല്ല. സോ നമ്മൾ ഒത്തിരി നേരം കൊണ്ട് നമ്മളിങ്ങനെ കിടന്ന് കറങ്ങുകയാണ് സുഹൃത്തുക്കളെ. കാരണം എന്ന് വെച്ചാൽ ഒടുക്കത്തെ ബ്ലോക്കാട്ടോ, ഒടുക്കത്തെ ബ്ലോക്ക്, ഭയങ്കര ബ്ലോക്ക് ഗൈസ്. അവിടുന്ന് നമ്മളിപ്പോൾ ടേൺ ചെയ്ത് വരും കേട്ടോ. ഒരുപാട് കല്ലുംതാഴം വഴി പോവാന്ന് വിചാരിച്ചു. പക്ഷെ അവിടുന്ന് ഇവിടം വരെ ബ്ലോക്ക്. 2-ാം കുറ്റി പോലും എത്തുന്നില്ല. ഒരു അരമണിക്കൂർ കൂടുതൽ കിടന്നാണോ അല്ലേ? എന്നിട്ടും ഫ്ലാഷ് ലൈറ്റ് ഇവ നോക്കുന്നു. ആൻഡ് അതാണ് കേട്ടോ നമ്മൾ വ്ളോഗ് എടുക്കണം. കാരണം നമ്മൾ നിങ്ങൾക്ക് ബോറടിക്കും ഇത് കാണുമ്പോൾ. നമ്മൾ ചുമ്മാ ബ്ലോഗിൽ പെട്ട് കിടക്കായിരുന്നു. ഇത്രയും ലേറ്റായി അതാട്ടാ. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ സിനിമയൊക്കെ കണ്ടു, ബീച്ചിലൊക്കെ പോയി ചില്ല് ചെയ്തു. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് കൊള്ളാമായിരുന്നു കേട്ടോ, നല്ല ദിവസമൊക്കെ ആയിരുന്നു. ഞാൻ ഒരു ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ബീച്ചിൻ്റെയൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ വ്ളോഗ്. ബൈ.